ഹായ്, നമസ്കാരം. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലുള്ളവർ കർക്കിടക മാസം 1-ാം തീയതി മുതൽ രാമായണ പാരായണം അവരുടെ ഒരു ദിനചര്യയായിട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ രാമായണ പാരായണം അല്ലെങ്കിൽ രാമായണ മാസ ആചരണം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആയിരിക്കാം, എങ്കിലും അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കുട്ടികളെ, വീട്ടിലുള്ള 5 വയസ്സ്, അതായത് വായിക്കുന്നത് കേട്ടാൽ മനസ്സിലാവുന്നവരെ, ഇനി മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിൽ പോലും അവരെ ഈ വായിക്കുന്നതിനടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും വായിക്കുന്നവരായിരിക്കില്ല, വായിക്കുന്ന വീഡിയോകൾ കേൾക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിലാണെങ്കിൽ രാമായണ പാരായണം ധാരാളം ആളുകൾ വായിച്ചത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവരായാലും കുഞ്ഞുങ്ങളെ കൂടി വിളിച്ചടുത്തിരുത്തുക, അടുത്തിരുത്തി ഇത് കേൾപ്പിക്കുക. എന്തിനാണ് ഞാനിത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ രാമായണം വായിക്കുന്നു, നമ്മുടെ കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്ക് നമുക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പരിഹാരം കാണേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്കൊരു അവബോധമുണ്ടായിരിക്കണം. എൻ്റെ വളരെ അടുത്ത ഒരു ഗുരുതുല്യനായിട്ടുള്ള സുഹൃത്തെന്ന് പറയാം. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. കർണാടകക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗജ്രികെ എന്നാണ്. അദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല, എനിക്കൊന്നും സുഹൃത്താക്കാൻ പറ്റുന്ന ആളുമല്ല. എത്രയോ ഉയരങ്ങളിൽ, നമ്മളൊക്കെ എവിടെ, അദ്ദേഹം എവിടെ. അത്രയും ഉയരങ്ങളിൽ, അതായത് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വാഷിങ്ടൺ മുതലായിട്ടുള്ള രാജ്യങ്ങൾ, അമേരിക്ക, യൂറോപ്പ് മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ, ആഫ്രിക്ക മുതലായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ, കാംബ്രിഡ്ജിലെ സ്ഥിരം വിസിറ്റിംഗ് പ്രൊഫസറാണ് അദ്ദേഹം. അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. കെമിസ്ട്രിയാണ് അദ്ദേഹത്തിൻ്റെ ഐച്ഛിക വിഷയം. പക്ഷേ അദ്ദേഹം എത്തുന്നിടത്ത് അദ്ദേഹം ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കും. സർവകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു യൂണിവേഴ്സിറ്റിക്ക് ചേർന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഏകദേശം 2-2.5 വർഷം കൊണ്ടാണ് അദ്ദേഹം എൻ്റെ ഒരു കോണ്ടാക്റ്റിനൊരു മറുപടിയെങ്കിലും തന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ആ മനുഷ്യൻ്റെ വീഡിയോകൾ കാണും. അതുപോലെ തന്നെ ഇടയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കും. അത്യാവശ്യം കന്നഡയൊക്കെ സംസാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ കന്നഡയിൽ സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗുരുതുല്യനായ വ്യക്തി, ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ടീച്ചേഴ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിച്ചു കൊടുക്കുക. സമൂഹത്തിന് ടീച്ചേഴ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ട് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ ട്രെയിനിങ് സെൻറ്ററുകൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഏതൊരു സ്ഥാപനത്തിൽ വിളിച്ചു കഴിഞ്ഞാലും അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ പോകും. അതുപോലെ പൊതുപരിപാടികളിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി മറ്റൊന്നും കൂടി പറയാനുണ്ട്. അദ്ദേഹം നമ്മളുടെ മുൻ ശാസ്ത്രജ്ഞനും ഭാരതത്തിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന അബ്ദുൽ കലാമിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇനിയും അതിനും അപ്പുറം പറയാനൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുന്നതല്ല ഇവിടെ മാറ്റർ. അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരുപാട് കഥകളുണ്ട്. കൊച്ചു കൊച്ചു കഥകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത്. അപ്പം ഞാൻ ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്ത് പ്രാധാന്യമാണ് അർഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആണ് അദ്ദേഹം വളരെയധികം പ്രബന്ധങ്ങളും അതുപോലെ പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിലൊന്ന് ഒരു കഥയാണ്. അദ്ദേഹം ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു കഥ, അല്ലെങ്കിൽ ഒരു ചെറിയ പരീക്ഷണം. അത് മറ്റൊന്നുമല്ല, ടീച്ചേഴ്സിനോട് തന്നെ ചോദിച്ചവർ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുക. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തീരുന്നൊരു ചെറിയൊരു പരീക്ഷണമാണ്. 2-3 മിനിറ്റ് അത് ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കുക. അത് മറ്റൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ വലത് കൈ നേരെ മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കുക. നേരെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് മുഷ്ടി ചുരുട്ടി പിടിക്കുക.
അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ കേൾക്കുന്നത് എന്താണോ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കൈ മുമ്പോട്ട് നീട്ടിപ്പിടിച്ചു, അത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു, അതും അദ്ദേഹം ചെയ്തു. എന്നിട്ട് കൈ നേരെ മുഖത്തിനോട് അടുപ്പിക്കുക എന്ന് പറഞ്ഞു, അടുപ്പിച്ചു, അതും അദ്ദേഹം ചെയ്തു. എന്നിട്ട് പെരുവിരൽ മാത്രം നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു, ചൂണ്ടുവിരൽ മാത്രം ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. ബാക്കി മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്, ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു, ടീച്ചേഴ്സും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലത് കവിളിൽ നിങ്ങളുടെ വിരൽ കൊണ്ട് തൊടുക എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൊട്ടത് ഇടത് കവിളിലാണ്. അപ്പോൾ ഇടത് കവിളിൽ തൊട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുമ്പിലിരുന്ന, വേദിയിലിരുന്ന ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും അദ്ദേഹത്തിന് മുമ്പിൽ കുട്ടികളാണ്. അങ്ങനെ അവിടെ കൂടിയിരുന്ന ആളുകൾ മുഴുവനും ഇടത് കവിൾത്തടത്തിലാണ് അവരുടെ കൈവിരൽ തൊട്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം വലിയൊരു പാഠം അതുവഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കുട്ടികളായാലും മുതിർന്നവരായാലും, പ്രത്യേകിച്ച് കുട്ടികൾ, എന്താണോ മുതിർന്നവർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗുരുക്കന്മാർ ചെയ്ത് കാണിക്കുന്നത് അതാണ് കുട്ടികൾ ചെയ്യുക. ഇതാണ് അതിനകത്തുള്ള പാഠം എന്ന് പറയുന്നത്. അതിപ്പോൾ മുതിർന്ന ശേഷം, ഇപ്പോൾ കജരികയുടെ മുമ്പിൽ കുട്ടികളായിട്ടാണ് ടീച്ചേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ അത് അവരായാൽ പോലും അവരും എന്താണോ വേദിയിൽ നിൽക്കുന്ന ആള് കൈകാര്യം ചെയ്യുന്ന രീതി അത് കണ്ടിട്ട് അതുപോലെ ചെയ്യുകയുള്ളൂ. മാത്രമല്ല അവിടെ ഒരു വിശ്വാസ്യതയും വന്നു. സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത് ശരിയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം മനഃശാസ്ത്രപരമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇടത് കവിൾത്തടത്തിൽ തൊട്ട സമയത്ത് എല്ലാവരും ഇടത് കവിൾത്തടത്തിൽ തൊടാനിടയായത്. പറഞ്ഞത് വലത് കവിൾത്തടത്തിൽ കൈ തൊടാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, ടീച്ചിങ് മേഖലയാണല്ലോ, അപ്പോൾ കുട്ടികളാണ് അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ. കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അധ്യാപകർ എന്താണോ കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹ്യപരമായ ബന്ധങ്ങളിൽ, അതുപോലെ കുട്ടികളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ, പെരുമാറ്റ രീതികളിൽ ഒക്കെ, സമൂഹത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കുട്ടികൾ കണ്ട് പഠിക്കും, യാതൊരു സംശയവുമില്ല. ഇനി അത് നേരെ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് വന്നാലോ, വീട്ടിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടികൾ, അവർ പോലും അറിയാതെ തന്നെ നിരീക്ഷിച്ച് ഭയങ്കര നിരീക്ഷണ ശേഷിയാണ് ഈ കുട്ടികൾക്കുള്ളത്. മാത്രമല്ല, നമ്മൾ എൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ പോലെ ഉള്ള കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരെണ്ണം പോലും പാഴായിട്ട് ജനിക്കുന്നത് മുഴുവനും വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്, വളരെ സ്മാർട്ടാണ് കുട്ടികൾ. അപ്പോൾ അവർ കണ്ട് പഠിക്കാനുള്ള ത്വര അത് നൈസർഗികമായി മനുഷ്യന് കിട്ടിയിട്ടുള്ളതാണ്. അത് അതേപോലെ തന്നെയാണ് കുട്ടികൾ ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ചെയ്ത് കാണിക്കണം, നമ്മളത് ചെയ്യണം, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളോട് പറയുകയാണ് കള്ളം പറയരുത്. സാധാരണ ഒരു പ്രസ്താവനയാണ്, സാധാരണ എല്ലാവരും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നൊരു കാര്യമാണ്, കള്ളം പറയരുത്. അപ്പോൾ കുട്ടികളും കുടുംബമായിട്ട് ഇരിക്കുന്ന വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് അച്ഛന്, അതായത് ഗൃഹനാഥന് ഒരു ഫോൺ കോൾ വരുന്നു. ഇപ്പോൾ ഫോണിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഫോൺ കോൾ വരുന്നു. ഇദ്ദേഹം പോയിട്ട് ഫോൺ എടുക്കേണ്ടതിന് പകരം അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, അതായത് കുഞ്ഞുങ്ങളുടെ അമ്മയോട് പറയുകയാണ്, ഞാൻ കുളിക്കാൻ കയറി എന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കുകയാണെന്ന് പറയുക, ഞാനിപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇദ്ദേഹം മടിച്ചിരിക്കുകയാണ്, ജോലി കഴിഞ്ഞ് വന്നതാണ്, മടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്, എന്തോ ടി വിയുടെ മുമ്പിലൊക്കെ ഇരിക്കുകയാണ്, സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു അലസത തോന്നി, എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ്, അതായത് ഒരു കള്ളം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും കുട്ടികളോട് പറയുകയാണ് വീണ്ടും, കള്ളം പറയരുത്. അവിടെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കി, അവിടെ നടന്ന സംഭവം കണ്ട് മനസ്സിലാക്കി. എന്താണ് കണ്ടത്? കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണോ നമ്മൾ ചെയ്യുന്നതാണ്, അല്ലേ? അതായത് ഫോൺ എടുക്കാൻ സൗകര്യമുണ്ടായിട്ടും അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും അച്ഛൻ എന്താ പറഞ്ഞത്? ഞാൻ കുളിക്കുകയാണെന്ന് പറയണമെന്ന്. അപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഒരു കള്ളം പറയുന്നത് തെറ്റില്ല എന്നുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ചെന്നു, അല്ലേ? ഇങ്ങനെ വളരുന്ന കുട്ടികൾ, ഇങ്ങനെ വളരുന്ന കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഭാവിയിൽ ഒരു 10ാം ക്ലാസ്സിൽ +2 പോകുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ, എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ടല്ലോ, കുഞ്ഞിൻ്റെ കയ്യിലും ഫോണുണ്ട്. മോനെ നീ എവിടെയാണെന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ മോളെ എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പറയും, ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് വൈകുന്നത്
എന്ന് പറയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് എവിടെയായിരിക്കും? ഒന്നുകിൽ സിനിമാ തിയേറ്ററിലായിരിക്കും, അല്ലെങ്കിൽ കഫേയിലായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പ്രേരണയുടെ ബീജം വീണത് എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്. അപ്പം ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെയാണ് കുട്ടികൾ അനുശീലിച്ചു വരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നു അല്ലേ, വീടുകളിൽ രാമായണം പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ആഭിമുഖ്യമുണ്ട് അല്ലേ. കേൾക്കാനും സമയം കിട്ടാത്തവരൊക്കെ ആണെങ്കിലും നല്ലതാണ്, രാമായണം വായിക്കണം, അത് കർക്കിടകത്തിൽ മാത്രമല്ല തുടർന്നും വായിക്കേണ്ടതാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. കാരണം ഇത് നമ്മുടെ സംസ്കാരവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു കൃതിയാണ്, ഇത് നമ്മുടെ സംസ്കാരം തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് മടിയൊന്നുമില്ല. അപ്പോൾ ആഭിമുഖ്യമുണ്ട് അല്ലേ. പല ആളുകളും ഹിന്ദു വീടുകളിലൊക്കെ ഇത് വായിക്കുന്നുമുണ്ട്, എനിക്കറിയാം. മിക്ക വീടുകളിലും വായനയുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വിളിച്ചടുത്തിരുത്തുക. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്കുള്ള പരാതി എന്താ? നമ്മുടെ കുട്ടികൾ, അതായത് സമൂഹത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത, ഏറ്റവും വിലപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് കുട്ടികളാണല്ലേ. അവരാണ് ഭാവി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി അവരുടെ കയ്യിലാണ്. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെ വീട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി മിക്കപ്പോഴും ഉണ്ട്. അത് പണ്ടുമുണ്ട്. തലമുറകൾ എത്രയോ പിന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ സാധിക്കും. പണ്ട് കാലത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷുഭിത യൗവനം, ക്ഷോഭിക്കുന്ന യൗവനം, അല്ലെങ്കിൽ കലഹിക്കുന്ന യൗവനം, കലഹിക്കുന്ന കൗമാരം എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി മറ്റു രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിഞ്ഞ് ജീവിതത്തിലേക്കും സമൂഹത്തിൻ്റെ ആ ഒരു നാഡി പ്രവാഹത്തിലേക്ക് തന്നെ വരാറുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ തീരുമാനങ്ങൾ അങ്ങ് എടുക്കുകയാണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതൊന്നും തന്നെ ഈ കുടുംബത്തിന് ചേർന്ന രീതിയിലായിരിക്കണമെന്നില്ല. ഇപ്പോൾ കുടുംബത്തിന് ചേർന്ന പോലെയാണോ ഒരു വ്യക്തി ജീവിക്കേണ്ടത് എന്നുള്ള ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ടാവാം. വ്യക്തി എന്ന് പറയുന്നത് കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നല്ല, ഈ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതായത് ഒരു വൃക്ഷം വളർന്നു കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ വെള്ളം എടുക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയല്ലേ. അപ്പോൾ വേരുകൾ പല വഴിയിൽ പോയിട്ട് വെള്ളം വലിച്ചു കൊടുത്തിട്ടാണ് ഈ തടിയും ശാഖകളും ഇലകളും കായ്കളും കനികളും ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്നുള്ള ഈ വേരുകളിലേക്ക് ലഭിക്കുന്ന ധാതുക്കൾ, അത് ശരിക്കും കുടുംബത്തിൽ നിന്ന് മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ്? അവിടെ നിന്ന് കിട്ടുന്ന സംസ്കൃതിയുടെ വേരുകളാണ്. സംസ്കൃതിയാണ് ഈ മരത്തിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ സംസ്കാരവും അതായിത്തീരും. അവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നമ്മളുടെ ഭാരത സംസ്കാരത്തിൻ്റെ അന്തസത്തകൾ ഉൾക്കൊണ്ട് കിടക്കുന്ന ഈ തരത്തിലുള്ള, ഇപ്പോൾ രാമായണം വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ആളുകൾക്ക്, മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ, മലയാളികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാകാവുന്ന രീതിയിൽ തുഞ്ചത്താചാര്യൻ നമുക്കത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ചിത്രം പോലെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവരോട് സ്നേഹത്തോടു കൂടി, വാട ഇരിക്കിട എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ വാ മോളെ ഇരിക്ക് എന്ന് പറഞ്ഞാലോ ഒന്നും ചിലപ്പോൾ ഇരുന്നൂന്ന് വരില്ല. സൂത്രത്തിൽ അവരെ കൂടി കൂട്ടത്തിലിരുത്തുക. ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ നാളെ നല്ല പൗരന്മാരായിട്ട് വളരാൻ സാധിക്കും. അതാണ് നമുക്ക് ഇതിനു മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് പേര് വലിയ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമോ ഒന്നും ലഭിക്കാതിരുന്നിട്ടും സമൂഹത്തിന് വേണ്ടപ്പെട്ട, സമൂഹത്തിന് നല്ല തരത്തിലുള്ള സംഭാവനകൾ നൽകിയ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പഴയ ചരിത്രത്തിലേക്കൊക്കെ പിന്നോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അവരൊന്നും കുടുംബത്തിൽ ധനികരായതുകൊണ്ടൊന്നും അല്ല അതങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അവർ അവരുടെ മനസ്സിനെ സംസ്കൃതി ഊട്ടി വളർത്തിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ഗുരു പറഞ്ഞതുപോലെ, നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് കുട്ടികൾ അനുശീലിക്കുന്നു. എന്നിട്ട് കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നുള്ള വിലാപവുമായിട്ട് നമ്മൾ നടക്കുകയാണ്. ഇവിടെ ശരിക്കും നമ്മൾ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ, നമുക്ക് എല്ലാവർക്കും സംസ്കാരം ആവശ്യമുണ്ടല്ലേ. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദേശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കൃതി ഉള്ളിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ, അതാണ് നമ്മളെ ധന്യമാക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉള്ളിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ചിട്ടകളിലൂടെ ജീവിച്ചാൽ ഏറ്റവും വളരെ എളുപ്പത്തിൽ അത് കിട്ടും അല്ലേ. തോന്നുമ്പോൾ വീട്ടിലേക്ക് വരിക, വന്നു കഴിഞ്ഞാൽ അലസമായിട്ടിരിക്കുക, കുടുംബത്തിലുള്ളവരോട് ദേഷ്യപ്പെടുക, ഇങ്ങനെ മറ്റു രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബം നേരെ ആവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല, പക്ഷെ ഞാൻ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട്
ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് കർത്തവ്യബോധത്തിനേക്കാൾ കൂടുതൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ബോധം. ആ അവകാശങ്ങളാണെങ്കിലോ തെറ്റായ വഴിയെ നടക്കാനുള്ള അവകാശം എന്നാണ്. അതായത് വഴിതെറ്റി പോകാനുള്ള അവകാശം അതുവരെ ഇപ്പോൾ സ്ഥാപിക്കപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, ഒരു കുഞ്ഞിനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമുക്ക് നമ്മൾ വളർത്തുമ്പോഴും അതുപോലെ നമ്മളോടൊപ്പം വളരുമ്പോഴും ഒരു ശീലം ഉണ്ടായിരിക്കുമല്ലോ. അതനുസരിച്ചിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ പോലും കുഞ്ഞ് അതിന് നേരെ വിപരീതമായി ചിന്തിക്കാൻ ഇടയാകുന്ന സാമൂഹ്യ ചുറ്റുപാടുകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നാണ് അവർക്ക് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അതിനോടാണ് അവർക്ക് പ്രതിബദ്ധത വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ അത്രയേ അടുപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്ര മാത്രമേ അവരുമായിട്ട് സ്നേഹബന്ധത്തിൽ പോകുന്നുള്ളൂ. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞ് മാത്രം വിട്ടാൽ പോരാ. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കാനുള്ള അവകാശം ശ്രദ്ധിച്ചു നോക്കുക. അത് ഞങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ അച്ഛനമ്മമാർക്കും അവർക്കും ഇവർക്കൊക്കെ ആകാമെങ്കിൽ ഞങ്ങൾക്കും അതാകാം, അല്ലേ? അധ്യാപകരെ ഭീഷണിപ്പെടുത്താനുള്ള അവകാശം. അധ്യാപകർ കുട്ടികളുടെ സംഘടനയോ കുട്ടികളോ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവിടെ ഭീഷണിപ്പെടുത്താനും അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ പറയാനുള്ള അവകാശം. തല്ലുക വരെ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്, അങ്ങനെ വരെ സംഭവിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക രംഗത്തെ മൂല്യച്യുതി എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം, വിദ്യാലയത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ മുമ്പിൽ സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. എന്നിട്ട് അതിനേക്കാൾ കൂടുതലുണ്ട്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള അവകാശം, അല്ലേ? അതുപോലെ തന്നെ രക്ഷിതാക്കളെ തിരസ്കരിക്കാനുള്ള അവകാശം. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ആ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വേദനിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ വേദനയുടെ മൂല കാരണം നമ്മൾ അവർക്ക് വേണ്ടത് കാണിച്ചു കൊടുക്കുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന ഞാനടക്കം ഒരുപക്ഷെ എല്ലാവരും ആ രീതിയിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു ഇടക്കാലത്ത് ഏകദേശം ഒരു 10-30 വർഷത്തിന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇടക്കാലം കൊണ്ട് ഇപ്പോൾ രക്ഷിതാക്കളായിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തു വെച്ച ചില പ്രശ്നങ്ങളുടെ ഭാഗമാണ് ഇന്ന് കാണുന്ന യഥാർത്ഥ പ്രശ്നം. അപ്പോൾ കുഞ്ഞുങ്ങൾ അനുസരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് തിരുത്തണ്ടേ? ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ഭാവിയിലേക്ക് അവൻ എങ്ങനെ ആയിത്തീരണമോ അതുപോലെ നമുക്ക് ആക്കി തീർക്കാൻ പറ്റും. ഇത് കലാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ അധ്യാപകൻ, രാമേശ്വരത്ത് ഒരു ചെറിയ സ്കൂളിലുള്ള അധ്യാപകൻ ഒരിക്കൽ പറഞ്ഞു, വിമാനം പറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ എന്ന് കുട്ടികളോട് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, മാഷ് പറഞ്ഞു തന്നോളൂ എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ഒരു കാര്യം പറഞ്ഞു, എനിക്കും അതറിയില്ല, പക്ഷേ നിങ്ങൾ വരും കാലത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, നിങ്ങളത് പഠിക്കണം, നിങ്ങളിൽ ഓരോരുത്തരും പൈലറ്റ് ആവണം, നിങ്ങളിൽ ഓരോരുത്തരും വിമാനം പറത്തണം, അത് ടെക്നിക്കലായിട്ട് അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കി വിമാനങ്ങൾ സൃഷ്ടിക്കുന്നവരായി തീരണം എന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മൾ കണ്ട ആധുനിക അബ്ദുൽ കലാം ജനിച്ചു എന്നാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോക്കൂ, ഒരു അധ്യാപകന് കുട്ടികളെ ഒരുപാട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വീട്ടിലുള്ള രക്ഷിതാക്കൾക്ക് കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വാർത്തെടുത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരല്പം ഒന്ന് മെനക്കെട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സമൂഹമേ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങൾ ഈ തരത്തിലുള്ള സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യണം. അതിപ്പോൾ രാമായണം, ഭാരതം, ഭഗവത്ഗീത എന്നൊന്നുമല്ല, അതുപോലെ മൂല്യവത്തായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യണം. കുഞ്ഞുങ്ങളുടെ മനസ്സിന് ആവശ്യമായ വെള്ളവും വളവുമാണ് നമ്മൾ ഈ സമയത്ത് കൊടുക്കുന്നത്, സംസ്കാരത്തിന് വളർത്താനുള്ള വെള്ളവും വളവും. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഈ മൂല്യച്യുതി എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വിഷമം അത് മാറിക്കിട്ടും. ഇന്ന് 5-6 വയസ്സുള്ള കുട്ടി ഒരു 18-20 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഇന്ന് കാണുന്ന കാര്യങ്ങളിൽ നിന്നും നേരെ തിരിച്ചുള്ള ഒരു പെരുമാറ്റ രീതി സമൂഹത്തിൽ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ 1-ാം തീയതി മുതൽ രാമായണം പാരായണം ചെയ്യുന്ന വീഡിയോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതെത്ര പേര് കാണുന്നു എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. അത് എൻ്റെ ഒരു ധാർമ്മികമായിട്ട് ഞാൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പറ്റുന്ന ആളുകളൊക്കെ കാണുക, കണ്ട് അതിനെ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തരിക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമായണം മാത്രം വായിച്ചും കൊണ്ട് നിർത്താനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ട് രാമായണം വായിക്കുന്നു, അതിനുശേഷം നമുക്ക് മൂല്യവത്തായ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു പണ്ഡിതനൊന്നുമല്ല, ഞാനത് ആദ്യം പറഞ്ഞേക്കാം. എനിക്ക് പാണ്ഡിത്യമേ ഇല്ല, എത്ര വായിച്ചാലും ചിലപ്പോൾ ഓർമ്മ നിൽക്കാറുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് വായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ആ വായന ഞാൻ ചെയ്യുന്നു, അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. വെറുതെ കുട്ടികളായാലും അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇത് വെറുതെ ഇങ്ങനെ ഒരു സൈഡിൽ ഇത് ഓൺ ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കാം. അത് എന്നെ കാണാനല്ല, ഈ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിരന്തരം ഒരു കാര്യം കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാവി തലമുറ വലിയൊരു മാറ്റത്തിലേക്ക് വരും. നമ്മൾ ഇന്ന് കാണുന്ന ഈ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ അവരുടെ കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട് ഒക്കെ കാണുന്ന വിഷമസ്ഥിതികൾക്കൊരു പരിഹാരമാകും. അത് നമ്മളുടെ സംസ്കാര ധാരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള മൂല്യവത്തായ ഗ്രന്ഥങ്ങളിൽ തന്നെയാണ് കിടക്കുന്നത്. അത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ കാണാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിലുള്ള തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വായനയുമായി മുന്നോട്ട് പോകും. ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ഞാൻ വരും. ഓക്കെ, താങ്ക് യു.